ഉളിക്കൽ പഞ്ചായത്തിലെ 12-ാം വാർഡ് ആശാരിക്കുന്ന് ഭാഗത്ത് 100ഓളം കുടുംബങ്ങൾ താമസിച്ചു വരുന്നു. പ്രദേശത്തെ ജനങ്ങളുടെ കുറെ കാലത്തെ അഭ്യർത്ഥനയാണ് ഈ ഭാഗത്തേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റ്. പഞ്ചായത്ത് ഗ്രാമസഭകളിൽ ഒരുപാട് തവണ അഭ്യർത്ഥനകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഉളിക്കൽ പഞ്ചായത്തിന്റെയും പായം പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത്. നിരവധി തവണ വന്യമൃഗങ്ങൾ ഈ ഭാഗത്തുകൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. പെരിങ്കിരി വിളമ്പന ഭാഗത്തേക്ക് ആശാരിക്കുന്ന് വഴി കയറിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. രാത്രിയിൽ ജോലി കഴിഞ്ഞു വരുന്നവർക്ക് ഭീഷണിയായി കാട്ടുപന്നിയും പാമ്പിന്റെയും ശല്യവുമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം കൂടിയാണിത്. എത്രയും വേഗം നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ആശാരിക്കുന്ന് പ്രദേശം ഉളിക്കൽ ടൗൺ ഈസ്റ്റ് വാർഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ടൗൺ ഈസ്റ്റ് വാർഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ പ്രദേശത്ത് ഏകദേശം 50ഓളം വീടുകൾ തന്നെ ഈ ചുറ്റുവട്ടത്തായിട്ട് കോളനി പോലെ തന്നെ ഉള്ള വീടുകളുണ്ട്. ഇവിടെ ഒരു വഴിവിളക്കോ അതേപോലെ തന്നെ വഴിവിളക്ക് ഇതുവരെയായിട്ട് സ്ഥാപിച്ചിട്ടില്ല. പല പ്രാവശ്യം ഗ്രാമസഭയിൽ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതൊന്നും ഇതേവരെ സാധിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ വോൾട്ടേജ് തീരെ കുറവാണ്. വോൾട്ടേജിൻ്റെ കാര്യം ഇരിട്ടി സെക്ഷനാണ് ഇവിടെ വരുന്നത്. വിളമന ഭാഗത്തു നിന്നാണ് വരുന്നത്. ആ സെക്ഷനിൽ വരുമ്പോൾ വോൾട്ടേജിൻ്റെ കാര്യം ഇവിടെ പലരും എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ വോൾട്ടേജ് തീരെ ഉണ്ടാകാറില്ല. വേനൽക്കാലമാകുമ്പോൾ വളരെയേറെ കുറവാണ്. അത് ഒരു 110-120 അടുത്താണ് നിൽക്കുന്ന വോൾട്ടേജ്. ഇപ്പോൾ അത് ഒരു 170 കിട്ടാണ്ട് മോട്ടറുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ പലരുടെയും മോട്ടറുകൾ കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. അതേപോലെ ഫാന്, ഫ്രിഡ്ജ് ഇതെല്ലാം കംപ്ലൈൻ്റ് ആകുന്നതിൻ്റെ കാരണം വോൾട്ടേജ് കുറവ് കൊണ്ടാണ്. ഇത് അടിയന്തരമായി പരിഹരിച്ച് കിട്ടണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യം. ഇത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഞങ്ങൾക്ക് ഇത് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവിടെ ആന വരുന്നുണ്ട്, കടുവ വരുന്നുണ്ട്. എല്ലാ മൃഗങ്ങളും ഞങ്ങൾ രാത്രിയിലൊന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാണ്. 3 ദിവസം ഇവിടെ കടുവ വന്നിട്ട് 3 ദിവസം ഇവിടെ ഞങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാന വന്നിട്ട് ഒരാളെയും കൊന്നിട്ടാണ് പോയത്. അത് ഈ ഞങ്ങളുടെ പ്രദേശത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വെളിച്ചമില്ലാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. വരുന്ന സമയത്ത് ഞാനൊക്കെ നടന്നു വരുന്ന ആളാണ്. എനിക്ക് വാഹനമൊന്നുമില്ല. നടന്നു വരുന്ന സമയത്ത് പല പന്നി പോലുള്ള സംഭവവും പാമ്പും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരു മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചമില്ല. അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ ചിരട്ടയൊക്കെയകത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് വരേണ്ട ഒരു അവസ്ഥയായിപ്പം നമ്മുടെ വീട്ടിലെത്തുന്നത്. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്: വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.